ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വേലു അങ്ങനെ തേനെടുക്കാൻ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. രതീഷൊക്കെ തേൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നടക്കുന്ന സമയത്ത് എവിടെയും തേൻ കാണുന്നില്ല. വേലു പറയുന്നുണ്ട്, ആവശ്യം നേരത്തെ തേൻ നോക്കിയാൽ കാണേയില്ല, ഇവിടെയൊന്നും കാണാനില്ലല്ലോ, ഇനിയിപ്പോൾ ഉൾക്കാട്ടിലിട്ട് പോകേണ്ടി വരും എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്നായൊരു കാഴ്ച അവൻ്റെ കണ്ണിൽ പെടുന്നത്. വിനായകൻ അവൻ നമ്മുടെ അമലുവിൻ്റെ മടിയിൽ കിടക്കുന്ന കാഴ്ച. എടി എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവൻ ഇങ്ങനെ വേലിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, അത് ശരി, ഇതുകൊണ്ടാണ് ഇവൾ എന്നെ അകറ്റി നിർത്തുന്നതും ഞാൻ കൊടുത്ത സമ്മാനമൊക്കെ വലിച്ചെറിയുന്നതും എന്നിങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിനായകൻ അവളുടെ മടിയിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അമല് പറയുന്നുണ്ട്, അവിടെ കിടക്ക് വിനായകേട്ടൻ അവനെ പേടിച്ച് എഴുന്നേൽക്കണ്ട, അത് അവന് എളുതരമായി പോകുമെന്ന് പറയാണ്. എന്നാലും അവൻ എഴുന്നേൽക്കുന്നുണ്ട്, കൂടെ അമലവും എഴുന്നേൽക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കും. അവരുടെ അരികിലേക്ക് വേലു വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാണല്ലേ നിങ്ങളുടെ കാട്ടിലുള്ള പരിപാടി, ഇതിനാണല്ലേ നിങ്ങൾ മാമനെയും അമ്മയൊക്കെ പറ്റിച്ച് നിങ്ങൾ ഇവിടേക്ക് വരുന്നത്, ഇതിനാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിനക്കെന്താ അതിനെന്ന് ചോദിക്കുന്നുണ്ട്. ഇയാൾക്ക് എന്താ, ഇയാളായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല, എനിക്ക് വിനായകേട്ടൻ ഇഷ്ടമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സിലായി കാര്യങ്ങളെല്ലാം തന്നെ. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ചതിയന്മാരാണ്, നമ്മൾ പാവപ്പെട്ടവരാണ്, നമ്മൾക്ക് ചതിയൊന്നും അറിയാത്തവരാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് പറയുമ്പോൾ വിനായകേട്ടൻ അങ്ങനെയുള്ള ആളൊന്നുമല്ല എന്നിങ്ങനെ അമൽ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് നമുക്ക് കാണാടി, ഇന്നലെ നാളെ എന്തായാലും അത് നമുക്ക് ഇത് തന്നെ നീ പറയണം എന്ന് പറയുകയാണ്. അതെ, ഇയാളെ കാര്യം നോക്കി പോയി തേനെടുക്കാൻ വന്നതല്ലേ, തേനെടുത്തത് ഇതവിടെ നല്ല തേനീച്ച കൂടുണ്ട്, അവിടെ ചെന്ന് എടുക്കുക, അവിടെ നിന്ന് ഒരു 5-6 കുപ്പി തേനെങ്കിലും നിനക്ക് കിട്ടും എന്നിങ്ങനെ അമൽ പറയുകയാണ്. അത് ഞാൻ എടുത്തോളാം, ഞാൻ ഈ കാട്ടിലോട്ട് എന്തിനാ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്കറിയാം, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം, അത് നീ എന്നെ പഠിപ്പിച്ച് തരണ്ട എന്ന് അമലുവിനോട് വേലു പറയുകയാണ്. എന്നിട്ട് വേലു വിനായകനോട് പറയുന്നുണ്ട്, അതിലേ നീയേ മുക്കാഭാഗം ചത്ത പോലെ കിടന്നിട്ട് ഞാനാണ് നിന്നെ അവിടെ നിന്നും പൊക്കി എടുത്തുകൊണ്ട് പോയി നിന്നെ ഈ രക്ഷപ്പെടുത്തിയത് ഞാനാണ്, അതുകൊണ്ട് തന്നെ എന്നോട് നീ എന്തെങ്കിലും ഈ കാടിനോട് എന്തെങ്കിലും ചതി ചെയ്തു കഴിഞ്ഞാൽ അതേ അവസ്ഥയിലേക്ക് തിരിച്ചാക്കാൻ എനിക്കറിയാം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് അമലുവാണ് പറയുന്നത്, എന്നാ ഇയാളൊന്ന് ചെയ്ത് കാണിച്ചേ എന്ന് പറയാം. അപ്പോൾ നീ ഇയാൾക്ക് വേണ്ടി നീ അധികം സംസാരിക്കാൻ നിൽക്കണ്ട. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിങ്ങനെ ആംഗ്യ ഭാഷയിൽ പറയുകയാണ്. അങ്ങനെ വേലു ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് വിനായകൻ അമലുവിനോട് പറയുന്നുണ്ട്, എന്തിനാ അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നത്, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് സാരില്ല, അവൻ അറിയട്ടെ, എനിക്ക് അവനോട് ഇഷ്ടമില്ല, എനിക്ക് വിനായകേട്ടനെ ഇഷ്ടമെന്ന് അവൻ മനസ്സിലാക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ജയിലാണ്. അങ്ങനെ രാഹുലും അതുപോലെ വിക്രവും കൂടി അവിടെ എന്തൊക്കെയോ പണികളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് പോലീസ്, അവിടുത്തെ ജയിൽ വാർഡന് ഇവനെയും കൊണ്ട് മനോഹരനെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരാൾ പറയാണ്, ഇത് നോക്കിയേ ചേട്ടാ, ആരാ വരുന്നത് എന്ന് നോക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ മനോഹരനെ കാണുന്നുണ്ട്. മനോഹരനെ കണ്ട് അപ്പോൾ അവൻ്റെ രാഹുലിൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. മനോഹരനെ കണ്ട പാടെ അവൻ്റെ അരികിലേക്ക് പാഞ്ഞെടുക്കുകയാണ്. പെട്ടെന്ന് ജയിൽ വാർഡൻ, അവിടെ നിൽക്കടോ, താൻ എന്താണ് ഈ കാണിക്കുന്നത്, തന്നെ പേടിച്ചിട്ടാണ് ഇവനെ ഇവിടെ നിന്നും മാറ്റണമെന്ന് വിചാരിച്ചതാണ്, ഇനി താൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ജയിലിൽ ഉണ്ടാവില്ല, കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകും, പിന്നെ ഇവനെ തലയ്ക്ക് തല്ലിയ കേസുണ്ടല്ലോ അത് തനിക്ക് ശിക്ഷ കൂട്ടിയിട്ടുണ്ട്, 10 വർഷം കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. താൻ എന്തായാലും ഇവനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തനിക്ക് രക്ഷയില്ലടോ എന്ന് പറയുകയാണ്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എനിക്ക് ഇവനെ കൊന്നിട്ട് എനിക്ക് തൂക്കുകയർ കിട്ടിയാലും കുഴപ്പമില്ല, എൻ്റെ മകളുടെ ജീവിതം ഇല്ലാതാക്കിയത് ഇവനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ജയിൽ വാർഡൻ പറയാണ്, താൻ അത്ര വലിയ പുള്ളിയൊന്നും ആവണ്ട, തൻ്റെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയും, എന്നിട്ട് താൻ ഈ ഒരു അവസ്ഥയിലായില്ലേ, അതുകൊണ്ട് താൻ വലിയ ആളൊന്നും ആവണ്ട എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, അത് ശരിയാണ്, സാറിനറിയാം ാണ് ഇവനൊക്കെ നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരാണ്, എന്നിട്ട് പകയും വൈരാഗ്യവും കൊണ്ട് മാത്രമാണ് ജീവിതം ഇങ്ങനെയായത്. ഈ നിൽക്കുന്ന വിക്രം, അവൻ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചവനാണ്, എന്നിട്ടും ഇവൻ ഇപ്പോഴും പകയാണ് അവൻ്റെ വീട്ടുകാരോടൊക്കെ. പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെയല്ല, ഞാൻ ജനിച്ചു വളർന്നതും ഞാൻ അങ്ങനെ ഒരു ചുറ്റുപാടിലായതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി മാറിയത്, അതുകൊണ്ടാണ് ഞാൻ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ജയിൽ വാർഡൻ മനോഹറിനോട് പറയുന്നുണ്ട്, അതെ, നീ ഇവരുടെ അരികിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട കേട്ടോ,
അവരുടെയും അരികിൽ നിന്ന് മാറി നിന്നോളണം എന്ന് പറയുമ്പോൾ അവരെന്തേലും ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ സാറേ, എനിക്ക് അവരെ ഒന്നും പേടിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രാഹുൽ ഇവനോട് പറയാണ്, വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ നമുക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇവനെ കൊല്ലണമെന്ന് പറയുമ്പോൾ അത് ഉറപ്പായിട്ടും ഉണ്ടാകും, ഞാൻ എന്തായാലും സാറിൻ്റെ ഒപ്പം തന്നെ നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ അവനങ്ങനെ മാറിയിരിക്കുകയാണ്. അപ്പോൾ ജയിൽ വാർഡൻ പറയുന്നുണ്ട്, നീ എന്തായാലും ഇപ്പം ജോലിയൊന്നും ചെയ്യണ്ട, തലയിലെ മുറിവൊക്കെ ഉണങ്ങിയതിന് ശേഷം ജോലി ചെയ്താൽ മതി, നീ അവിടെ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ മനോഹർ ഒരു ഭാഗത്ത് ചെന്നിരുന്ന് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. അവൻ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മുടെ ഈ കാടിനുള്ളിൽ അമലു ആണെങ്കിലും ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷമൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വിനായകൻ വരുന്നുണ്ട്. അപ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ പരിപാടിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേഷത്തിലാണ് എല്ലാവരും പ്രോഗ്രാമിനൊക്കെ പോകുക, ഞങ്ങളന്ന് അവിടെ കച്ചവടമൊക്കെ തുടങ്ങും, ആ സമയത്ത് എല്ലാവരും നല്ല സന്തോഷത്തിലല്ല അങ്ങനെയൊക്കെയുള്ള ഇതാണ് ആ സമയത്ത് എന്ന് പറയുകയാണ്. അപ്പോൾ വിനായകേട്ടൻ പോകുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ വരുമെന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അവരുടെ മുന്നിൽ നിൽക്കാൻ പറ്റില്ല, അത് ശരിയാണല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കണ്ട ഉടനെ തന്നെ ഗംഗ മനസ്സിൽ കരുതുന്നുണ്ട്, ഈ വേഷം അതെനിക്ക് വേണം, ഈ വേഷത്തിൽ എനിക്ക് ഇവരുടെ കൂടെ നടക്കാനല്ല, എനിക്ക് നാട്ടിലിറങ്ങിയിട്ട് ഒരു അമ്മയെയും മകളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ മനസ്സിൽ കരുതുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്തായാലും ചായ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും ഈ വിനായകൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് അവൻ്റെ മുന്നിലുള്ള മരത്തിലോട്ട് ഒരു കത്തി പാഞ്ഞ് വന്ന് തറച്ചിരിക്കുകയാണ്. അപ്പോൾ ഗംഗ തിരിഞ്ഞു നോക്കാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് വേലുവാണ് അവൻ്റെ അരികിലേക്ക് കത്തി എറിഞ്ഞത്. അപ്പോൾ വേലു പറയുന്നുണ്ട്, എന്താടാ നീ ഇന്ന് ഒറ്റയ്ക്ക് നടക്കുന്നത്, ഇന്നെന്തേ അവളില്ലേ നിന്നെ താങ്ങി നടത്താനായിട്ട് എന്ന് ചോദിക്കുകയാണ്. നീ എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണല്ലോ, എന്താ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയുമ്പോൾ, എടാ നീ എങ്ങനെയുള്ളവനാണെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, നീ ഈ കാടിനെയും മൂപ്പനെയും ഇവിടെ ഉള്ളവരെയും പറ്റിക്കുകയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, നിനക്ക് ശബ്ദം ഇല്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിലും നിനക്ക് ശബ്ദമുണ്ടെന്ന് എനിക്കൊരു സംശയം, നിന്റെ കുരക്കിന് പിടിച്ച് ഞെക്കിയിട്ട് ചോദിച്ചാലേ നിന്റെ ശബ്ദമൊക്കെ താനെ പുറത്തേക്ക് വരും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് നീ അധികം കളിക്കാൻ നിൽക്കണ്ട, കാരണം ഈ കാടിനോട് നീ കളിച്ച് പോവാൻ നീ നോക്കാൻ വേണ്ട, അതങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കാടിനുള്ളിൽ തന്നെ നിന്നെ ശവമാക്കിയിടാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വേലു അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം വിനായകൻ ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷം എടുത്ത് നോക്കുമ്പോൾ വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് അമൽ വരുമ്പോൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മുഖംമൂടി എടുത്ത് മാറ്റുമ്പോൾ വിനായകേട്ടനായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഞാനങ്ങ് പേടിച്ചു പോയി. എന്തായാലും വിനായകേട്ട ഈ വേഷത്തിൽ എന്തായാലും നമുക്ക് കച്ചവടത്തിനൊക്കെ പോകാം, ആ പള്ളിപ്പെരുന്നാളിന് ഈ വേഷത്തിൽ പോയാൽ വിനായകേട്ടൻ ആരും തിരിച്ചറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുന്ന കാണല്ലോ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ, ഇനിയിപ്പോൾ ഞാനല്ലാതെ ഏതെങ്കിലും പെൺകുട്ടി മനസ്സിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് അമലു. അപ്പോൾ ആ സമയത്ത് ഇല്ല എന്ന് പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ വിനായകേട്ടൻ്റെ ഏറ്റവും വലിയ ശത്രു ഞാനായി മാറും കേട്ടോ, അത് മറക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ വിനായകൻ അതായത് ഗംഗ അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ജയിലാണ് കാണിക്കുന്നത്. നമ്മുടെ മനോഹർ അങ്ങനെ സെല്ലിലിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഒരു കുറ്റവാളിയോട് അവിടുത്തെ ആളോട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മോളെ കാണാത്തതിലുള്ള വിഷമാണുള്ളത്, എന്തായാലും ഇയാൾ തലക്കടിച്ചത് ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്, പക്ഷേ എൻ്റെ മോളെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും നിന്നെ ഇവിടെ നിന്ന് മാറ്റുകയാണടാ നല്ലത്, അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിനക്ക് കുഞ്ഞിനെ കാണാൻ പറ്റില്ല, അത് വേണ്ട, എൻ്റെ കുഞ്ഞ് ഈ നാട്ടിലാണുള്ളത്, ഈ നാട്ടിലെ ജയിലിൽ തന്നെ കിടക്കാനാണ് എനിക്കിഷ്ടം അങ്ങനെ പറഞ്ഞ് അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി അങ്ങനെ ഇരിക്കുന്ന മനോഹറിനെയും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.